ഒരു പുഴുങ്ങിയ തന്തയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇയാളെ ഞാൻ എന്തിനാണ് ഈ പുഴുങ്ങിയ തന്ത എന്ന് പറയുന്നത് വെച്ചാൽ അവസാനം വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അമ്മാതിരി പണിയാണ് ഇയാൾ കാണിച്ചു വിട്ടിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ പേര് പ്രസാദ് എന്നാണ്. ദേ നിങ്ങൾ ആ ഡ്രസ്സ് നോക്കിയേ, നല്ല കസവും മുണ്ടുണ്ട്, മിനിമിനാന്നുള്ള ഷർട്ടുണ്ട്, കപ്പട മീശയുണ്ട്, ലെതർ ചെരുപ്പുണ്ട്. അങ്ങനെ സുഖിമാനായ ഒരു മനുഷ്യൻ്റെ എല്ലാ ലക്ഷണവും ഈ പ്രസാദിനുണ്ട് അല്ലേ. കാണുന്നവരൊരിക്കും എന്തോ വലിയ ബിസിനസ് മാഗ്നറ്റാണ്, ദേഹമാണെങ്കിൽ പണി ചെയ്യുന്ന ആളാണെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ കൊതുക് ഇരുന്നാലേ ഇയാൾ ആളെ വിളിച്ച് കൊതുകിനെ കൊല്ലും. അമ്മാതിരി സൈസാണ് ഈ പ്രസാദ്. ഇനി നിങ്ങൾ ഈ വീട് നോക്കിയേ, കണ്ടോ, ഇരുന്നുള്ള വീടാണ്, നല്ല സെറ്റപ്പ് അല്ലേ. കാണുന്നവർക്കറിയാം ഇഷ്ടംപോലെ പൈസ കൊണ്ട് വിരാജിക്കുന്ന ആളാണ് ഈ പ്രസാദ് എന്ന് നമ്മൾ വിചാരിക്കും. ഇനിയാണ് നിങ്ങൾ ആ സത്യം അറിയാൻ പോകുന്നത്. ഇതൊന്നും പ്രസാദ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല. പ്രസാദിൻ്റെ ഭാര്യ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ പ്രസാദിന് മാസം തോറും അയച്ചു കൊടുക്കും. ആ പൈസ വെച്ചാണ് ഇയാൾ കളിക്കുന്ന കളി മുഴുവൻ. ദേഹമാണെങ്കിൽ ഇയാൾ ഒരു പണിയും ചെയ്യത്തില്ല, ഒരു പണിക്കും പോകത്തില്ല. വേർപ്പിൻ്റെ അസുഖമുള്ള ആളാണ് ആരാ? നമ്മുടെ പ്രസാദ്. അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇയാൾ ജോലിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അയാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് വെള്ളം അടിക്കുമ്പോൾ എന്തൊരു തോന്നും. പ്രസാദ് ജോലിക്കൊന്നും പോകത്തില്ല, മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രസാദിലൂടെ കഥ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ പ്രസാദിന് ഒരു മകളുണ്ട്, സുന്ദരിയായിട്ടുള്ളൊരു മിടുക്കി കുട്ടി. കൊച്ചിപ്പോൾ +1 പഠിക്കുകയാണ്. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 10-16 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് ഓർത്തണം, ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയാണ്. അപ്പോൾ പയ്യൻ +2 പഠിക്കുകയാണ്. +2കാരനും +1കാരും തമ്മിലുള്ള ഒരു മുടിഞ്ഞ പ്രണയം. കൗമാര പ്രായമല്ലേ, ആർക്കും കുറ്റം പറയാൻ ഒക്കത്തില്ല. രണ്ടുപേർക്കും തമ്മിൽ വല്ലാത്തൊരു ആകർഷണം തോന്നി ഭയങ്കരമായ പ്രേമത്തിലേക്ക് ഇവരിങ്ങനെ പടവെന്ന് പറഞ്ഞ് വീഴുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റേ മുടിയൊക്കെ ചെമ്പിപ്പിച്ച് ഇവിടെയൊക്കെ തൂക്കി കിടക്കുമല്ലോ, ആ പയ്യന്മാരോട്ടൊന്നും അല്ലട്ടെ ഈ പയ്യൻ. ഇവൻ ഒറിജിനൽ പ്രേമമാണ്. അവന് ഈ പെൺകുട്ടിയെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ പ്രേമം ഇങ്ങനെ മൂർധന്യാവസ്ഥയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവൻ ഈ സത്യം സ്വന്തം അമ്മയോടും അച്ഛനോടും പറയുകയാണ്. അവനൊരു പ്രവൃത്തി പറഞ്ഞ്, അമ്മേ അച്ഛാ, എനിക്ക് ആ പെൺകുട്ടിയെ വളരെ ഇഷ്ടമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കത്തുള്ളൂ, അവളില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്ന് അമ്മയോടും അച്ഛനോടും തുറന്നടിച്ച് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആരും ഞെട്ടിപ്പോവല്ലോ. പയ്യന് 10-17 വയസ്സേ ഉള്ളൂ, ജോലി ആയിട്ടില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഏതെങ്കിലും അച്ഛനും അമ്മയും സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ല. പക്ഷേ അവൻ രണ്ടും കൽപ്പിച്ച് ഒറ്റ പറച്ചിലാണ്, ഇനി ജീവിച്ചാലും മരിച്ചാലും അവൾ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ. അമ്മയ്ക്കും അച്ഛനും കാര്യം മനസ്സിലായി, ഇവൻ സീരിയസ് ആണ്, ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല. അങ്ങനെ അവർ അർത്ഥസമ്മതം മൂളുകയാണ്. കാരണം അവർക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ജോലി ആയിട്ടില്ല, വയസ്സും ആയിട്ടില്ല. എല്ലാം എൻ്റെ അടുത്ത് തുറന്നു പറയുന്നത്. ഇത് 3 വർഷമൊക്കെ ആയി കാണും, 3 വർഷമെങ്കിലായി കാണും. അപ്പോൾ ഇതണക്ക് പേരൊക്കെ വിളിച്ച് പറയും. ഇവർ അമ്മി പിണങ്ങുമ്പോഴത്തേക്ക് ആ കൊച്ചു കിടന്ന് ഫോണിൽ കൂടെ വീഡിയോ കോൾ കിടന്ന് കരയും. അപ്പോൾ ഇവൻ ഇങ്ങനെ തമാശയ്ക്ക് എൻ്റെ അടുത്ത് പറയാം, അമ്മച്ചി ഇതാ കണ്ട കരയുന്ന അമ്മച്ചി, അവളിതായിരുന്നു കരയും, നമ്മൾ പിണക്കമാണെന്നും പറഞ്ഞുകൊണ്ട് കരയുന്നെന്നൊക്കെ പറയും. ഞാൻ തരം ഞങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ്. പിന്നെ അവൻ അർമേനിയ പോയപ്പോഴത്തേക്ക് കൊച്ചിനെ ഞങ്ങളെ കൂടെ ആ കൊച്ചിനെ ഞാനാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത്. ആ കൊച്ചി ഇപ്പൊ നിൽക്കുന്ന വീടില്ലേ, ഇവിടെ ഈ സംഭവം നടന്ന വീട്, ആ വീട്ടിൽ നിന്ന് പോയി ഞാനാണ് വിളിച്ചുകൊണ്ട് വന്നതും ഞാനാണ് അവിടെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് ആക്കിയതും. ഞങ്ങളെ അംഗീകരിച്ചല്ലോ. അവന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് അവന്റെ അടുത്ത് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. ചെറുക്കൻ്റെ വീട്ടിൽ ഈ പ്രേമം അറിഞ്ഞ് അതേപോലെ തന്നെ പ്രസാദും ഈ പ്രേമക്കാരി അറിയുകയാണ്. തൻ്റെ മകൾക്ക് വേറൊരു പയ്യനുമായിട്ട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഈ പ്രസാദ് അറിഞ്ഞു. നമ്മൾ വിചാരിക്കും ഇനി എന്ത് സംഭവിക്കുമെന്ന്. പക്ഷേ പ്രസാദ് ചിരിച്ചുകൊണ്ട് ആ മരുമകൻ്റെ അല്ലെങ്കിൽ തൻ്റെ മരുമകനാ പോകുന്ന അരുണെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ തോളെ കൈയിട്ടുണ്ട് പറയുന്നുണ്ട്, ആ പൊന്നു മോനെ, നിന്നെപ്പോലെ മരുമോനെടാ നമുക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ഈ പ്രസാദ്. പക്ഷേ ഈ പ്രസാദിന് 2 സ്വഭാവമുണ്ട് കേട്ടോ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ തനി കൂതറ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ തുടങ്ങും, നിനക്ക് എൻ്റെ മോളെ തന്നെ പ്രേമിക്കാനുള്ള അല്ലടാ മറ്റേ മോനെ മറിച്ച മോനെ എന്നൊക്കെ പറഞ്ഞ് പൂരത്തെറി. ചുരുക്കി പറഞ്ഞാൽ ഈ പയ്യനും ഈ പ്രസാദം തമ്മിൽ തെറ്റുകയാണ്. അങ്ങനെ കയ്യാങ്കളി വരെ എത്തുകയാണ്. അങ്ങനെ സഹികെട്ട് ഈ പയ്യൻ കൊണ്ട് ഈ പ്രസാദിനെതിരെ കൂടെ കേസൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ കേസും വഴക്കോട്ട് ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആദ്യം ഈ പയ്യൻ കൊടുക്കുന്നത്, ഈ പയ്യനെ വിവാഹം ഉറപ്പിച്ച ശേഷം ഈ പയ്യനെ ഇടയ്ക്ക് ഇയാളെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുക. ഇയാളെ മദ്യപിച്ച് കഴിയുമ്പോൾ പുള്ളി വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പയ്യനെ വിളിച്ചിട്ട് ഫോണിൽ മകളെ കെട്ടിച്ചു തരാൻ പറ്റത്തില്ല, മകളെ നീ വിളിക്കരുത്, മകളെ കാണരുത് എന്നൊക്കെ പറഞ്ഞ് അസഭ്യം പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഈ പയ്യനെ നിരന്തരം ഇയാൾ ഫോണിൽ വിളിച്ച അനാവശ്യം സംസാരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പയ്യൻ ആദ്യം പരാതി കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, എന്തൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ, എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ്. ഒരു പ്രായപൂർത്തിയാവാത്ത മകൾ കൈവിട്ട് പോകുമ്പോൾ ഏതൊരു അച്ഛനെയും പോലെ ഈ പ്രസാദും പ്രതികരിച്ചു. അങ്ങനെയായിരിക്കും നിങ്ങൾ വിചാരിച്ചേക്കുന്നത്. പക്ഷേ പ്രസാദിൻ്റെ കളി വേറെയാണ്. പ്രസാദിന് തൻ്റെ കൺമുന്നിൽ എപ്പോഴും മകൾ വേണം. വേറൊരുത്തിനെ സ്നേഹിക്കുന്നത് പ്രസാദിന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അയാളുടെ ഉദ്ദേശം വേറെയാണ്. സാധാരണ അച്ഛന്മാരെ പോലൊന്നുമല്ല, ഒരു വൃത്തികെട്ട സ്വഭാവത്തിനുടമയാണ് ഈ പ്രസാദ്. മകളെ എപ്പോഴും കൺമുന്നിൽ കാണണം, നിറച്ച് കാണണം. മകൾ കുളിക്കുന്ന പോലും കാണുന്നതിന് വേണ്ടി വാതിൽ ഓട്ട വരെ ഇട്ട് വെച്ചേക്കുവാണ് ഈ പ്രസാദ്. ബാത്റൂമിന്റെ ഹോളിൽ ഡോറിനകത്ത് 2 ഹോളുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഈ വീട്ടിൽ ഞാൻ എത്ര സുരക്ഷിതമായി താമസിക്കും എന്നൊരു ചോദ്യം പെൺകുട്ടി അന്ന് ചോദിച്ചിരുന്നു. കാരണം ഈ ഹോളുണ്ട്. പെൺകുട്ടി ഉറച്ചു പറഞ്ഞിരുന്നു, അതിനല്ല, ഇത്
ഇങ്ങനെ മനഃപൂർവ്വം ഇദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിക്ക് ആകെ പേടിയായി. ഇനി ഈ വീട്ടിൽ താമസിച്ചാൽ തൻ്റെ മാനം പോലും അപകടത്തിലാവും. അച്ഛനെ പേടിക്കുവാണ് പെൺകുട്ടി. അങ്ങനെ ഈ പലപ്പോഴും ഈ വാതിൽ കൂടെ നോക്കുന്നതൊക്കെ പെൺകുട്ടി കാണുന്നുണ്ട്. ഓട്ട വഴിയൊക്കെ നോക്കുന്നുണ്ടല്ലോ, ഒരു അച്ഛൻ കാണിക്കുന്ന പണിയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെല്ലുകയാണ്. അച്ഛനെതിരെ പെൺകുട്ടി പോലീസ് പരാതി കൊടുത്തു. പോലീസിൻ്റെ നിർദ്ദേശാനുസരണമാണ് കുട്ടിയെ അവരുടെ കുഞ്ഞമ്മയുടെ കാവനാട്ടോ രാമംകുളങ്ങരയുള്ള വീട്ടിലേക്ക് മാറ്റുന്നത്. കാരണം ഇവിടെ പെൺകുട്ടി ഒരു സേഫ് അല്ലെന്നൊരു തോന്നൽ പോലീസിനുണ്ടായി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. കാരണം ഒരു മകൾ പിതാവിനെതിരെ പരാതി കൊടുക്കണമെങ്കിൽ, പോലീസിൽ പരാതി കൊടുക്കണമെങ്കിൽ തീർച്ചയായും അത്രത്തോളം ഒരു ശല്യം ആ പെൺകുട്ടിക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഒരു പിതാവിനെതിരെ അങ്ങനെ പരാതി കൊടുക്കാൻ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ചും പെൺകുട്ടി, മുതിരില്ല. അച്ഛൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ പെൺകുട്ടി ഒരു ബന്ധു വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ അരുൺകുമാർ ചെല്ലുന്നൊരു ആ പെൺകുട്ടിയെ കാണുന്നില്ല. അങ്ങനെ അവരുടെ പ്രേമം യാതൊരു തടസ്സവും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഈ അരുൺകുമാറിൻ്റെ വീട്ടിൽ ഈ പെൺകുട്ടിയെ മരുമകളായിട്ട് തന്നെ സ്വീകരിക്കുകയാണ്. കാരണം ആ പെൺകുട്ടിക്കും മകനും പ്രായപൂർത്തിയാവണം, അവൻ്റെ ജോലി കിട്ടണം, അപ്പോൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ഈ അരുൺകുമാറിൻ്റെ വീട്ടുകാർ എത്തുന്നുണ്ട് കേട്ടോ. ഞാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചായിരുന്നു അപ്പോൾ കൊച്ചിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പം നീ പഠിക്കുന്ന ടൈം പഠിച്ചു, അത് കഴിഞ്ഞ് ഇത് നമുക്ക് നടത്താം, നമ്മൾ പുറകോട്ട് നമ്മൾ നടത്താം. അതായത് എൻ്റെ വൈഫ് ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യൻസാണ്, നമ്മൾ അങ്ങനെ ഒരു വേർതിരിവില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച അത് പ്രസാദ് എന്നെ വിളിച്ചു വരുത്തിച്ച് ഒരു ദിവസം ആ വീടിനകത്ത് ഞാനും പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാനും പോയി സംസാരിക്കുന്ന വേറൊന്നുമല്ല, നല്ലോണം പഠിക്കണം, നമുക്ക് ഇതാകുമ്പം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലുള്ള ആ കൊച്ചിനെ തോന്നല്ല, ഞങ്ങൾക്ക് താല്പര്യമാണ്, നിങ്ങൾ പഠിച്ചാൽ മതി. അവർ എന്ന് വെച്ചാൽ നമുക്കെപ്പോഴായാലും കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, അതേ ഉള്ളൂ നമുക്ക് താല്പര്യം. പ്രസാദിൻ്റെ കുരു പൊട്ടി. കാരണം കുരു പൊട്ടിയില്ലെങ്കിൽ അതിശയമുള്ളൂ. കാരണം അയാളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. അതുവരെ തൻ്റെ കൺമുന്നിൽ കിടന്നിരുന്ന ആ പെൺകുട്ടി ഇപ്പോൾ ബന്ധുവിട്ട് താമസിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാമുകൻ അരുൺകുമാറാണ്. അതൊരു തന്തപ്പടിക്ക് സഹിക്കാൻ പറ്റുമോ? ഈ പ്രസാദിന് തീരെ പറ്റത്തില്ല. അയാളുടെ സകല ക്ഷമയും നശിച്ചു. കാരണം ഇനിയിപ്പോൾ അവൻ സൂഹിക്കേണ്ട, അവളും സൂഹിക്കേണ്ട, ഒരു നല്ല പണി കൊടുക്കണം. അയാൾ കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ തന്നെയുള്ളൊരു പദ്ധതി അയാൾ തയ്യാറാക്കി കഴിഞ്ഞു. ഒരു നല്ല നടനായിട്ട് ഈ പ്രസാദ് മാറുകയാണ്. സ്നേഹമുള്ള ഒരു അമ്മായച്ചൻ ഈ അരുൺകുമാറിനെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. മരുമകനെ, അച്ഛൻ നിൻ്റെ കല്യാണം നടത്തി തരടാ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്നിച്ച് താമസിക്കണോടെന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഈ മരുമകനെ, അതായത് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ പയ്യനെ ഇയാളുടെ അടുത്തേക്ക് വിളിക്കുകയാണ് സ്നേഹരൂപേണ. ഇദ്ദേഹം അരുണിനെ ഫോണിൽ വിളിച്ചിരുന്നു, അത്യാവശ്യമായി കാണണമെന്നും സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ അതിനിടയിൽ സംസാരത്തിൻ്റെ അവസാനം ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ മകൾ ഇല്ല, അവളെ എൻ്റെ ഭാര്യയുടെ ചെലവിന് ഇനി ആ വീട്ടിൽ താമസിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്ന് ഒന്നുകിൽ വിളിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുകയും മരിക്കുക, അതൊക്കെ നിങ്ങളുടെ താല്പര്യം, പക്ഷെ അവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാണ് പിതാവ് ആവശ്യപ്പെട്ടത്. പിതാവ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരുൺ എന്ന യുവാവ് ഈ വീട്ടിലേക്ക് ഇവിടത്തേക്ക് വരുന്നത്. ഈ അരുൺകുമാറിന് ആകപ്പാട് അതിശയമായി. തൻ്റെ അമ്മായിച്ചൻ്റെ മനസ്സ് പെട്ടെന്ന് മാറിയോ, തങ്ങൾ അംഗീകരിച്ചോ എന്നുള്ള സന്തോഷം ഈ അരുൺകുമാറിൻ്റെ മുഖത്തുണ്ട്. എന്തായാലും ഒരു സമാധാനമായി. അങ്ങനെ ഈ പെൺകുട്ടിയെ കൂട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ അമ്മായിച്ചൻ, അതായത് ഈ പ്രസാദ് വിളിച്ചിരിക്കുന്നത്. അയാളുടെ പിണക്കോല മാറി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ അരുൺകുമാറിന് ഒരു പ്രതീക്ഷയുണ്ട്. ആരൊക്കെ കൈവിട്ടാലും തൻ്റെ വീട്ടുകാർ, അതായത് തൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും കൈവിടത്തില്ല. ഈ പെൺകുട്ടിയെ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ആ ഒരു ഉറപ്പോടെ ഈ പെൺകുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി അരുൺകുമാർ എവിടെ ചെല്ലുക എന്നറിയാമോ? ഈ വീട്ടിലേക്ക്, ബന്ധുവീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ പ്രസാദ് ഉറപ്പിക്കാനായി ഒന്നും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ എത്തുമെന്ന് മനസ്സിലാക്കിയ പ്രസാദ് കരുതിക്കൂട്ടി തന്നെയാണ് ഇവിടെ. ഇയാളെ പമ്മി ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു, പുറത്ത് എവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അരുണും ഒരു സുഹൃത്തുമായി ഇവിടെ എത്തിയ സാഹചര്യത്തിൽ ഇവരുടെ പുറകിൽ നിന്നാണ് പ്രസാദ് കടന്നു വരുന്നത്. അവർ നിൽക്കുന്ന പോലീസുകാർ നിൽക്കുന്ന ഭാഗത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. ഇദ്ദേഹം പുറകിൽ നിന്ന് വന്ന് ആൾട്ടൂനെയാണ് ആദ്യം കുത്താൻ ശ്രമിക്കുന്നത്. സുഹൃത്തിനെ അവന്റെ കൂടെ സുഹൃത്തിനെ. അപ്പൊ അദ്ദേഹത്തിന് കുത്ത് കിട്ടിയില്ല. അദ്ദേഹം രക്ഷപ്പെട്ട ശേഷം അരുണിനെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുകയായിരുന്നു. എന്തോ ഒരു നീചമായ പ്രവൃത്തിയാണെന്ന് അറിയാം അയാൾ ചെയ്തത്. സഹിക്കാൻ പോലും പറ്റത്തില്ല. ഒരു അച്ഛനും ചെയ്യാത്തൊരു ക്രൂരമായ പ്രവൃത്തിയാണ് പ്രസാദ് അന്ന് ചെയ്ത് കൂട്ടിയത്. സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് ആ പെൺകുട്ടിയുടെ കാമുകനെ ഒരൊറ്റ കുത്തിന് കൊന്നുകളഞ്ഞു. എന്നിട്ട് വലിയൊരു വിജയീഭാവത്തിൽ ആ കത്തിയുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ്. പ്രസാദിൻ്റെ പ്രവൃത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്തതുകൊണ്ട് അയാൾക്ക് എന്ത് നേട്ടം ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ തകർന്നു പോയത് ആ പെൺകുട്ടിയുടെ ജീവിതമാണ്. ഈ പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ ആ അരുണിൻ്റെ വീട്ടുകാർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേനെ. ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവൻ തന്നെ ഉണ്ടായേനെ. പെണ്ണിന്റെ ഭാവിയും കളഞ്ഞ് കഷ്ടം. ആ കൊച്ച് അതിനെയൊന്നും കണ്ടതുപോലും ഇല്ല. അവനെ നമുക്കും വരെ ഒരു വിഷമമാണ് ആ കൊച്ച് അവസാനമായിട്ട് അവനെയൊന്നും കാണാത്തത്.
എന്നാൽ അത്രയ്ക്കും നമുക്കറിയാം ആ കൊച്ചിനെ, നമ്മളത് കണ്ടിട്ടുള്ളതാണ്, നമ്മളെ മോളായിട്ട് തന്നെ സ്വീകരിച്ചതാണ്. നമ്മൾ ഒന്നുകിൽ ആ ഒരു കല്യാണം കഴിക്കണമെന്നാണ് മാർഗമെങ്കിൽ അത് ചെയ്യുമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് അതിനെ വേറെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് അതിൻ്റെ പഠിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ഇങ്ങനെയുമുണ്ട് നമ്മുടെ നാട്ടിൽ അച്ഛന്മാർ അല്ലേ, ഇത്ര നീചമായ പ്രവൃത്തിയാണല്ലോ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഒരിക്കലും സഹിക്കാൻ പോലും പറ്റാത്ത, പൊറുക്കാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികെട്ട, ക്രൂരമായ, പൈശാചികമായ ഒരുപാട് വാക്കുകൾ എൻ്റെ വായിലേക്ക് വരുന്നുണ്ട്. അമ്മാതിരി പണിയാണ് ഈ പ്രസാദ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇനി ശിഷ്ടകാലം ജയിലിൽ കിടന്ന് അവിടെ ഇവിടെയൊക്കെ കുതിനടിച്ച് ഇങ്ങനെ ജീവിച്ച് പോകാം. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ്? ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ അവൾ ആഗ്രഹിച്ച് ആ പെൺകുട്ടി തിരഞ്ഞെടുത്ത പുരുഷൻ അത്ര മോശക്കാരൊന്നുമല്ല കേട്ടോ, നല്ല കുടുംബ മഹിമയുള്ള കുടുംബക്കാർ തന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ആ പയ്യൻ ഇന്നലെ നാളെ ജോലി കിട്ടും, ഈ പെൺകുട്ടി പൊന്നുപോലെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ മറ്റവന് ക്രിമികടി, ആർക്ക്? പ്രസാദ്. ആ പെൺകുട്ടിയുടെ ജീവിതവും പെരുവഴിയിലാക്കി, ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. യഥാർത്ഥത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു പാഠമുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് രക്ഷകരാകണം, ഒരിക്കലും ശിക്ഷകരാകാൻ പാടില്ല. അതുകൊണ്ട് ഇമാതിരി പണിയൊന്നും ഈ പ്രസാദിനെ പോലെ ഒന്നും ഒരു രക്ഷാകർത്താക്കളും പെരുമാറില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.